പിണറായി സർക്കാരിനെ നമ്മുടെ ജനങ്ങൾ നമ്മൾ മൊത്തം ഒറ്റക്കെട്ടായിട്ട് ചവിട്ടി താത്തി. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു എന്റർടൈൻമെന്റ് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്രൈ ഡേ ഒക്കെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ആളുകളൊക്കെ എന്റർടൈൻമെന്റിൽ തന്നെയാണ്. അപ്പോൾ പന്നി അപ്പോൾ ഇതിൽ പറയണതേ, ലീഗിന്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ ചെയർമാന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഏതൊരു പൗരനും അവകാശമുള്ള കാര്യമാണ്. പക്ഷെ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുമ്പോൾ ഈ പിണറായി സർക്കാർ ആലോചിക്കണം. നിങ്ങൾ LDF പുതുതായിട്ട് ഇനി വീണ്ടും വരും, തുടരും എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് ശരിക്കും പേടിയാവുകയാണ്. യുവത്വത്തിന് പ്രശ്നമല്ല, കാരണം അവർക്ക് ആർമാദിച്ച് ആടിപ്പാടി എങ്ങനെ വേണമെങ്കിലും തുണിയില്ലാതെ റോഡിലൂടെ പോവാം, തുണിയില്ലാതെ നടക്കാം. അതൊക്കെ ഇവിടുത്തെ സർക്കാർ അംഗീകരിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളിലൂടെ നമുക്ക് വാർത്തകളായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളത് വിശ്വസിക്കല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിപ്പോൾ ഇവിടെ ഒരു ആഘോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് UDF നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും വിവരം വെച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. കാരണം നമ്മൾ ഏതൊക്കെ വേഷങ്ങൾ, ഏതൊക്കെ കോലത്തിലൂടെ, ഏതൊക്കെ രീതിയിലൂടെ, ഏതൊക്കെ സാഹചര്യത്തിലൂടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു മറുപടി തന്നെയാണ് ജനങ്ങൾ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ഈ സർക്കാരിൻ്റെ എല്ലാം കുറച്ച് ഭാഗം മാത്രം, കുറച്ച് പറഞ്ഞാൽ 95% അതും പകുതി ഇവർക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷകളാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ UDFന്റെ ഒരു ജയം, അതാണ് ഇവിടെ കണ്ടത് നിങ്ങൾ. ഇനി നമ്മൾ നേരെ പോണത് മണ്ണാർക്കാട്ടേക്കാണ്. മണ്ണാർക്കാടിൽ ഇത് വലിയ എന്താ പറയുക ആഘോഷമായിരിക്കും UDFന്റെ. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മണ്ണാർക്കാടത്തെ കാഴ്ചകളൊന്ന് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി അല്ലേ വേണ്ട, ഇതിൻ്റെ ഒപ്പമായിട്ട് പറഞ്ഞു പോയാലോ. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ആ കാഴ്ചയും കാണണം, പിന്നെ ഈ വീഡിയോ കാണണം. അപ്പോൾ നമ്മുടെ
നാട് നന്നാകാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നമ്മുടെ UDF വന്നിട്ടുള്ള വോട്ടുകൾ. അതിൽ പിണറായി സർക്കാരിനെ നമ്മുടെ ജനങ്ങൾ നമ്മൾ മൊത്തം ഒറ്റക്കെട്ടായിട്ട് ചവിട്ടി താത്തി. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ജനങ്ങളുടെ ഒരു ആവശ്യമോ അവകാശമോ ഒന്നും ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല ഈ മുഖ്യമന്ത്രിക്ക്. എന്താണ് അയാളുടെ ഉദ്ദേശം? മകളെയും മരുമകനെയും ആ പാർട്ടിയെയും രക്ഷിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളുടെ അണികൾ ഞങ്ങൾക്ക് നേരെ ശബ്ദിക്കില്ല, നേരെ മറിച്ച് ഞങ്ങളുടെ തെറ്റുകളെ ന്യായീകരിച്ച് ക്യാപ്സ്യൂളുകൾ വിഴുങ്ങി ഇവരെ വളവളാന്ന് പറയിപ്പിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ്. അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്. ആലിബാബയും 41 കള്ളന്മാരും കൂടിയിട്ട് ഒരു ബസ്സിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇവർ ഒരു പണിയെടുക്കാതെ തിന്ന് മുടിപ്പിച്ച് ജനങ്ങളുടെ പൈസ മുഴുവൻ എല്ലാം കൊണ്ടും ഇവർ തിന്ന് മുടിപ്പിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾ അപ്പോഴും സഹികെട്ട്, അല്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു അവസരം കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഈ ജനങ്ങൾ. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു മറുപടി തന്നെയാണുള്ളത് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇനി മുതൽ നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം വരും ദിവസങ്ങളിൽ നമ്മൾ നല്ല ആളുകളായിട്ട്, നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ റോഡിൽ പരമാവധി നമ്മൾ കച്ചറ ഉണ്ടാക്കിയിട്ടാണ് പോവാറ്. കാരണം കുറച്ച് സൈഡ് തേഞ്ഞു, കുറച്ച് സൈഡ് തട്ടി, നീ അവിടെ സൈഡ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കൂടിയാണ് ഈ UDF വന്നിട്ടുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ബാക്കിൽ നിന്ന് വരും. അപ്പോൾ ഇവിടെയൊക്കെ UDF തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ നാടായ കാരാകുറിശി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും UDF തൂക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം അവിടെ LDFൻ്റെ ഒരു കോട്ട തന്നെയാണ് കാരാകുറിശി എന്ന് പറഞ്ഞത്. കാരാകുറിശി, അയ്യപ്പൻകാവ്, വലിയട്ട, ആ ഭാഗം, കിളിരാനി, ആ ഭാഗമൊക്കെ LDFൻ്റെ ഒരു കോട്ട തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇനി ഇപ്പോൾ അവിടെ LDF വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തലമുറ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. ലഹരിയാണ് കൂടുതലും. അതും 25, 26 അല്ലെങ്കിൽ 17, 15 വയസ്സ് തൊട്ട് വരെ എന്താ പറയുക, ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയണത്. 15 വയസ്സ്, 12 വയസ്സുള്ള കുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ LDF പുതുതായിട്ട് ഇനി വീണ്ടും വരും, തുടരും എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് ശരിക്കും പേടിയാവുകയാണ്. യുവത്വത്തിന് അത് പ്രശ്നമല്ല. കാരണം അവർക്ക് ആർമാദിച്ച് ആടിപ്പാടി എങ്ങനെ വേണമെങ്കിലും തുണിയില്ലാതെ റോഡിലൂടെ പോകാം, തുണിയില്ലാതെ നടക്കാം. അതൊക്കെ ഇവിടുത്തെ സർക്കാർ അംഗീകരിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളിലൂടെ നമുക്ക് വാർത്തകളായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയല്ലേ, നമ്മളത് കാണുകയല്ലേ. അപ്പോൾ ഇനി ഈ തുടർ ഭരണം വന്നാൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും സമാധാനത്തോടു കൂടി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഈ ജനങ്ങൾ മൊത്തം ഒറ്റ വിരലിൽ എന്താണ് നമ്മുടെ UDFനെ നാട് നന്നാക്കാൻ വേണ്ടി ജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാം നമ്മുടെ വിജയാശംസകൾ. കാരണം നിങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ചത് എന്തിനാണ് എന്ന് പോലും നിങ്ങൾ ഒരിക്കലും അറിയാതെ പോകരുത്. കാരണം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് കൈകൂപ്പിക്കൊണ്ടാണ്. അപ്പം ഞങ്ങൾ കൈകൂപ്പിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാനുള്ളൊരു ശ്രമം ഉണ്ടാക്കരുത്. അത് വലിയൊരു എന്താ പറയുക, തെറ്റ് തന്നെയായിരിക്കും. പിന്നെ ഞാൻ വേറൊന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് UDF നമ്മുടെ ഈ UDFൻ്റെ തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. നമ്മൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നല്ല അതിൻ്റെ കാര്യം. നമുക്ക് ഏതൊരു വിശ്വാസിക്കും അല്ലെങ്കിൽ അവിശ്വാസിക്കും ഒരു ദൈവം ഉണ്ടാവും തീർച്ചയായിട്ടും. അതില്ലാന്ന്
ഒരു അവിശ്വാസിയും പറയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യനാണോ എന്നല്ല കേട്ടോ. കാരണം ഇവിടെ പറയാനുള്ളത് നമ്മുടെ സ്വന്തം എല്ലാ ജാതിമതം ഭേദമന്യേ എന്ന് പറയുന്ന ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അത് എല്ലാം നമുക്ക് വാർത്തകളിൽ കേട്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം കട്ടെടുത്തിട്ട് ഇവർ ഞങ്ങൾ കട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ജനങ്ങളെ പരമാവധി ഇവർ എന്താ പറയുക മറ്റൊരു വാർത്ത നൽകിയിട്ട്, പ്രത്യേകിച്ച് നമുക്ക് അറിയണ കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇവർ ജനങ്ങളിലേക്ക് എത്തിച്ചു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഇവിടെ അരിഭക്ഷണം കഴിക്കണ ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് നല്ല ഒരു മറുപടി അതിലൂടെ കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും 41 കള്ളന്മാരും കൂടിയിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ടായി. അതിൽ ജീവൻ സുരക്ഷ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ജനങ്ങളെ കളിയാക്കി. കാരണം റോഡിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഏതൊരു പൗരനും അവകാശമുള്ള കാര്യമാണ്. പക്ഷേ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുമ്പോൾ ഈ പിണറായി സർക്കാർ ആലോചിക്കണം, നിങ്ങൾ അധികകാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളത്. അങ്ങനെ പല പ്രശ്നങ്ങൾ, മകളുടെ കരിമണൽ ഖനന കേസോ, ബോഡികൾ മുക്കിയത്, ലാവ്ലിൻ കേസ്, അതേപോലെ തന്നെ TP 51 വെട്ട്, അങ്ങനെ പല പറയാൻ പറ്റാത്ത നിരവധി കേസുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോണകം വരെ നിങ്ങൾ കൊണ്ടുപോകും, എന്നിട്ട് അതിന് കളറടിച്ചിട്ട് വേറെ രീതിയിൽ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ജാതി ഓൻ ഇൻ്റെ ആളാണ്, ഓൻ നമ്മുടെ ആളാണ്, അങ്ങനെയുള്ളൊരു സംസാരം നമ്മൾ ഇനി ഒരിക്കലും കേൾക്കില്ല. കാരണം നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ് UDF നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഇത്രയും കാലങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു രീതിയിലാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാക്കാണ്ട്. നമ്മളിപ്പോൾ UDFനെ വലുതാക്കിയിട്ട് LDFനെ ചുരുക്കി പറയല്ല. അത് നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അത് മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിയുന്നതായിരിക്കും. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം കൈകോർത്ത് തോൾ ചേർത്ത് നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ വിഷമം അവൻ്റെയും കൂടി വിഷമാണ് എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പഠിപ്പിച്ചതും പഠിച്ചതും അത് തന്നെയാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ 2015-16 കാലത്തിന് 17-18 കാലം ശേഷം നമ്മൾ ആകെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇനി നമുക്ക് ചിരിക്കാം, നമ്മൾ അച്ചടക്ക ബോധത്തോടുകൂടി നമ്മൾ തീർച്ചയായിട്ടും ജീവിക്കുക തന്നെ ചെയ്യും. പിന്നെ അടുത്തൊരു പൊട്ടത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സ്ഥാനത്ത് അവിടെ BJP അക്കൗണ്ട് തുറന്നു എന്നാണ് നമ്മൾ അറിയണത്. ശരിക്കും അവിടെയുള്ള ആൾക്കാർ വിവരം ഇല്ലാത്തവരാണ് എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാണ് ഇതിൽ. അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, നല്ലത് ചെയ്തു എന്ന് പറയുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല, ഇനി വികസനം കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം. കാരണം പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയെ അധിക്ഷേപിച്ച് പറയല്ല. നമുക്ക് പല രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബീഹാർ, അതേപോലെ ആസാമിൽ, അങ്ങനെ പല രീതിയിൽ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ, ഗംഗാ നദിയുടെ പിന്നെ അങ്ങനെ ഓരോരോ കേസുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഇന്ത്യയെ നല്ലൊരു രാജ്യമാക്കി തരാം, അതേപോലെ ഡോളറിന് ഇന്ത്യയെക്കാളും കൂടുതൽ പൈസ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചു. അപ്പോൾ അത് ഇനി നമുക്കൊന്നുകൂടി കാണാം. എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന് വേണ്ട ആവശ്യങ്ങൾ കേന്ദ്രമാണ് തരുന്നത്. അത് കേന്ദ്രം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടേണ്ട സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒപ്പിട്ട് എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു അക്കൗണ്ടും കൂടി ഇവിടെ തുറന്നു എന്നാണ് നമ്മൾ
ഇത് ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ അക്കൗണ്ട് തുറന്നു എന്ന് പറയുമ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ വലിയൊരു ചതി കിടക്കുന്നുണ്ടെന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ PM ശ്രീ പദ്ധതിയിൽ ഇവിടുത്തെ പിണറായി സർക്കാർ ഒപ്പുവെച്ചില്ലേ, അപ്പോൾ അത് ഒരു പണി തന്നെയായിരിക്കും. അപ്പോൾ ഇത് അവർ ഈ അവസരം നല്ലവണ്ണം മുതലാക്കും. എന്നിട്ട് ബാക്കി നിങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക.